Hello everyone, welcome to Zaira Learnings. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് കമൻറ്റേറ്റേഴ്സ് ഓൺ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് സൊസൈറ്റി. ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചും ഒക്കെ കമന്റ് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സാധാരണയായി സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ചില സ്കോളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ എക്സാമിൽ കാണാറുള്ള ക്വസ്റ്റ്യൻസിൽ കാണാറുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചില സ്കോളേഴ്സ് ആണ് രജനി കോത്താരി, ഗ്രാൻവിൽ ഓസ്റ്റിൻ, അതുൽ കോഹ്ലി, മോറിസ് ജോൺസ്, റുഡോൾഫ് ആൻഡ് റുഡോൾഫ്. ഈ 5 സ്കോളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഇപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത് ഈ തിങ്കേഴ്സിന്റെ ഒക്കെ വർക്ക്സ് ചോദിക്കാറുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാറുണ്ട്, പിന്നെ അവർ പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് രജനി കോത്താരി. Rajni Kothari was an Indian political scientist, a political theorist, academician, and a writer. ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് എന്ന നിലയിലും തിയോറിസ്റ്റ് എന്ന നിലയിലും അക്കാഡമീഷ്യൻ, റൈറ്റർ എന്നീ നിലകളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് രജനി കോത്താരി. പിന്നീട് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. that he received his higher education from London School of Economics. Then he started his career as a lecturer at Maharaja Saiji Rao University of Baroda. പിന്നീട് രജനി കോത്താരിയെ പോപ്പുലർ ആക്കിയത് അദ്ദേഹം എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ പബ്ലിഷ് ചെയ്ത ഒരു എസ്സേ സീരീസ് ആണ്. ഫോം ആൻഡ് സബ്സ്റ്റൻസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ് ഈ ഒരു എസ്സേയുടെ ടൈറ്റിൽ. 1961 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു എസ്സേ സീരീസിലൂടെയാണ് അദ്ദേഹം പോപ്പുലർ ആകുന്നത്. പിന്നീട് 1984 അദ്ദേഹവും ഗോവിന്ദ മുഖോട്ടിയും ചേർന്ന് എഴുതിയ ഹൂ ആർ ദ ഗിൽറ്റി എന്ന വർക്കും വളരെ പോപ്പുലർ ആയിരുന്നു. ഇത് അന്ന് പഞ്ചാബിൽ നടന്നിരുന്ന ആന്റി സിഖ് മെസാക്കറിനെ കുറിച്ച് 2 സ്കോളേഴ്സും ഗോവിന്ദ മുഖോട്ടിയും രജനി കോത്താരിയും ചേർന്ന് എഴുതിയൊരു റിപ്പോർട്ടായിരുന്നു അത്. ഇതും ആ ഒരു പീരീഡിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നായിരുന്നു. രജനി കോത്താരി ഫോം ചെയ്തൊരു ഗ്രൂപ്പിംഗ് ആണ് ലോഗ്യാൻ. ഹി ഫോംഡ് ദ ലോഗ്യാൻ ഇൻ 1980. Lokyan was a platform to organize a discussion between masses and the intellectual class. Lokyan meaning dialogue of the people. It is a forum for interaction between activists and concerned intellectuals through meetings, workshops, working groups and lectures. Lokyan meaning dialogue of the people എന്നാണ്. ഇത് പല സ്കോളേഴ്സിനെ, ആക്ടിവിസ്റ്റുകളെ, ഇന്റലക്ച്വൽസിനെ ഒക്കെ അവർക്ക് വർക്ക്ഷോപ്സ് സംഘടിപ്പിക്കാൻ, സെമിനാർസും ലെക്ചർ സീരീസും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി രജനി കോത്താരി സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പിംഗ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1980. പിന്നീട് രജനി കോത്താരിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്ക്സ് ആണ് കാസ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് പബ്ലിഷ് ഇൻ 1970, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ പബ്ലിഷ് ഇൻ 1970, ഫുഡ് സ്റ്റെപ്സ് into the future, diagnosis of the present world and a design for an alternative published in 1975, rethinking development in search of humane alternatives 1988, state against democracy in search of humane governance 1988, transformation and survival in search of humane world order published in 1988, communalism in Indian politics 1998, Memoirs Uneasy in the Life of the Mind 2002, then Rethinking Democracy published in 2005. Then coming to his political ideas. രജനി കോത്താരി ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പഠനം നടത്തിയത് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിലൂടെയാണ്. അദ്ദേഹം സ്വീകരിച്ചത് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചാണ്. വിച്ച് മീൻസ് ഇന്ത്യൻ ഇന്ത്യയിലെ പല പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെയും അതിന്റെ ഫങ്ഷൻസിനെയും കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിച്ചതും അതിനെ അനലൈസ് ചെയ്തതും. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹം യൂസ് ചെയ്തത് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ആയിരുന്നു. ദെൻ ഹി വാസ് ഇൻ ഫേവർ ഓഫ് എ നോൺ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം. രജനി കോത്താരി ബിലീവ്ഡ് ഇൻ പാർട്ടി ലെസ് ഡെമോക്രസി. അദ്ദേഹം ഒരു പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ലൈക്ക് മഹാത്മാഗാന്ധി, വിനോബ ഭാവെ, എം.എൻ. റോയ്, ജയപ്രകാശ് നാരായൺ. അദ്ദേഹം ഒരു നോൺ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം
അതിന് നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻക്രീസ്ഡ് കമ്മ്യൂണലിസം ആൻഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഹി ഹിംസെൽഫ് സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ് ഇൻ ദി 1980s. അദ്ദേഹം പൂർണ്ണമായും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ മാറി നിന്നത് 1980s കൂടിയിട്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ചില ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അബൌട്ട് പാർട്ടി സിസ്റ്റം. അക്കോർഡിംഗ് ടു കൂത്താരി, the Congress initially was a movement and later became a party under the leadership of Jawaharlal Nehru. Later under Indira's leadership, it became a faction. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് തുടക്കത്തിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു, അതായത് ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നീട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി. ജവഹർലാൽ നെഹ്റുവിന്റെ ലീഡർഷിപ്പിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ലീഡർഷിപ്പിൽ അതിൽ ഫാക്ഷൻസ് സംഭവിച്ചു, അതിൽ വിഭാഗീയത ഉണ്ടായി, പല റിബൽ ഗ്രൂപ്പ്സും വളർന്നു വന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. Then Indian democracy has liberalized the BJP and liberalized the communist parties. The rise of regional parties in India is a result of the disintegration of Congress. കോൺഗ്രസ് പാർട്ടിയുടെ ഡിസിൻറ്റഗ്രേഷനോട് കൂടിയിട്ടാണ് പല റീജിയണൽ പാർട്ടീസും വളർന്നു വന്നത് എന്നും രജനി കോത്താരി പറയുന്നുണ്ട്. അടുത്തതായിട്ട് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇറ്റ് ഇസ് നോട്ട് പൊളിറ്റിക്സ് ദറ്റ് ഹാസ് ബീൻ കാസ്റ്റൈസ്ഡ് ബട്ട് കാസ്റ്റ് ദറ്റ് ഹാസ് ബീൻ പൊളിറ്റിസൈസ്ഡ്. അപ്പോൾ ജാതിയാണ് ഇന്ത്യയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രജനി കോത്താരിയുടെ അഭിപ്രായം. In his book Caste in Indian Politics in 1970, he identified the positive role of caste in Indian politics. അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ജാതി കാസ്റ്റ് സിസ്റ്റത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ ഈ ജാതി രാഷ്ട്രീയത്തിന്റെ പോസിറ്റീവ് റോളിനെ കുറിച്ചും രജനി കോത്താരി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാസ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് 1970 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ദ പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് എൻകറേജസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി ബാക്ക്വേർഡ് കാസ്റ്റ്. പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുന്നു, ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കൂടുതൽ ലോവർ സോ കോൾഡ് ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വരികയും അതിലൂടെ അവർക്കിടയിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയും അത് ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റിന്റെ ജാതി രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഒരു പോസിറ്റീവ് റോളിനെ കുറിച്ചും രജനി കോത്താരി പറയുന്നുണ്ട്. In the era of social change, caste has to adopt new methods to change their status and for social and political empowerment. അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ സോ കോൾഡ് ബാക്ക്വേർഡ് കാസ്റ്റിനിടയിൽ അവരുടെ സ്റ്റാറ്റസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എംപവർമെന്റ് ഉണ്ടാവണമെങ്കിൽ സ്വീകരിക്കേണ്ട ചില മെത്തേഡ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സാൻസ്ക്രിറ്റൈസേഷൻ, സെക്യുലറൈസേഷൻ, ലിങ്കിങ് അപ്പ് വിത്ത് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ മോഡേൺ പൊളിറ്റിക്സ്. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ മീൻസ് സോ കോൾഡ് അപ്പർ കാസ്റ്റിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കൾച്ചറും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സെക്യുലറൈസേഷൻ, then linking up with great personalities, then participation in modern politics. അതായത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പിന്നെ ഒരു സെക്യുലർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽസുമായിട്ടൊക്കെ കണക്റ്റഡ് ആവുക. അപ്പൊ ഇതാണ് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. Then he classified the 3 phases of politicization of caste. അപ്പോൾ ഇന്ത്യയിൽ ഈ ജാതി രാഷ്ട്രീയത്തിന് 3 ഫേസസ് ഉണ്ട്, 3 പീരീഡ്സ് ഉണ്ട് എന്നാണ് രജനി കോത്താരി പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് ഫേസ്
there is a competition among upper caste for political power. ആദ്യത്തെ ഒരു ഫേസിൽ സോക്കോൾഡ് അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നു. സെക്കൻഡ് ഫേസിൽ ഫോർമേഷൻ ഓഫ് അലയൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ കാസ്റ്റ് ലെഡ് ബൈ അപ്പർ കാസ്റ്റ്. സെക്കൻഡ് ഫേസിൽ സംഭവിക്കുന്നത് ലോവർ കാസ്റ്റിന്റെ കടന്നുവരവാണ്. ലോവർ കാസ്റ്റിന് അപ്പർ കാസ്റ്റിന്റെ ഒരു അലയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. Then in the third phase, there is a caste consciousness developed among lower caste or expansion of leadership among lower caste. So-called lower caste ഇടയിൽ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവർക്ക് കാസ്റ്റ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നു. അവർക്ക് എന്താണ് കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. അതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫേസസ് ആണ് ഇന്ത്യയിൽ പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റിനുള്ളത് എന്നാണ് രജനി കോത്താരി അഭിപ്രായപ്പെടുന്നത്. അക്കോർഡിംഗ് ടു കോത്താരി, there are 3 types of elites in India. ഇന്ത്യയിൽ 3 types of elites ഉണ്ട് എന്ന് രജനി കോത്താരി പറയുന്നുണ്ട്. നാഷണൽ എലൈറ്റ്സ്, ലോക്കൽ എലൈറ്റ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് എലൈറ്റ്സ്. നാഷണൽ എലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ ഇക്കണോമിക് സ്ട്രക്ചേഴ്സിലൊക്കെ ഒരു ഡോമിനന്റ് റോള് പ്ലേ ചെയ്യുന്ന ആളുകളെയാണ് നാഷണൽ എലൈറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ലോക്കൽ എലൈറ്റ്സ് എന്ന് പറയുന്നത് റീജിയണൽ ലെവലിൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിൽ പവർഫുൾ ആയിട്ടുള്ള ആളുകളെയാണ്. ദെൻ ഇന്റർമീഡിയറ്റ് എലൈറ്റ്, ദേ കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് നാഷണൽ എലൈറ്റ്സ്. നാഷണൽ എലൈറ്റ്സിനെയും ലോക്കൽ എലൈറ്റ്സിനെയും ഇവർക്ക് ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഇന്റർമീഡിയറ്റ് എലൈറ്റിനെ രജനി കോത്താരി പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് 3 types of Indian elites according to Rajni Kothari. Then he also described these middle class leaders as new entrepreneurs of politics. അതുപോലെ ഈ ഇന്റർമീഡിയറ്റ് എലൈറ്റിനെ അദ്ദേഹം വിളിക്കുന്നത് മിഡിൽ ക്ലാസ് ലീഡേഴ്സ് എന്നാണ്. ഈ മിഡിൽ ക്ലാസ് ലീഡേഴ്സിനെ അദ്ദേഹം വിളിക്കുന്ന മറ്റൊരു പേരാണ് ന്യൂ ഓൺട്രപ്രന്യേഴ്സ് ഓഫ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഇന്ത്യൻ എലൈറ്റ്സ് ആണുള്ളത് എന്നാണ് രജനി കോത്താരി പറയുന്നത്. അതിൽ മിഡിൽ ക്ലാസ് ലീഡേഴ്സിനെയാണ് ന്യൂ ഓൺട്രപ്രന്യേഴ്സ് ഓഫ് പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളറായ മോറിസ് ജോൺസിലേക്കാണ് പോകുന്നത്. മോറിസ് ജോൺസ്, popularly known as W.H. Morris Jones, was born in 1st August 1918 in Wales, UK. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സ്കോളറാണ്. വിൻഡ്രത്ത് ഹെംഫ്രേസ് മോറിസ് ജോൺസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് സ്കൂൾ, ഹാംസ്റ്റഡ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ക്രൈസ്റ്റ് കോളേജ്, Cambridge. He was served in Indian Army as Lieutenant Colonel, Public Relations Director from 1941 to 1946. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സ്കോളറാണ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ ലെഫ്റ്റനന്റ് കേണൽ. പിന്നീട് അദ്ദേഹം വൈസ്രോയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആയിരുന്നു ഇൻ 1947. From 1946 to 1955, he worked as a lecturer of political science in London School of Economics. Then he was a professor of political theory and constitution at University of Durgam. Then he worked on Indian politics. He was inspired from the works of Rajni Kothari. രജനി കോത്താരിയുടെ വർക്ക്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെയും സൊസൈറ്റിയെയും കുറിച്ച് പഠിച്ചൊരു വ്യക്തിയാണ് മോറിസ് ജോൺസ്. അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് പാർലമെന്റ് ഇൻ ഇന്ത്യ, ദ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യസ് പൊളിറ്റിക്കൽ മിറക്കിൾ, പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, politics mainly Indian, decolonization after the British-French experience, from Rhodesia to Zimbabwe, behind and beyond Lancaster House. ഇതൊക്കെയാണ് മോറിസ് ജോൺസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയാസിലേക്ക് വരുമ്പോൾ, അക്കോർഡിംഗ് ടു ഹിം, ഇൻ ഇന്ത്യ a political party which is in power, that is the Congress, not pose a threat to
democracy because it exercised dominance without suppressing dissent. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സിസ്റ്റത്തിനെ ഫേവർ ചെയ്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഡോമിനന്റ് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു ഇന്ത്യൻ ഡെമോക്രസിക്ക് ഒരു ഭീഷണിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എതിർപ്പുകളെ സപ്രസ് ചെയ്യാത്ത, അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. In early 1960s, the Kothari and Morris Johns understand the Congress system in India and explain the nature of party relations in India. കോൺഗ്രസ് സിസ്റ്റം എന്ന വേർഡ് കൊണ്ടുവന്നത് മോറിസ് ജോൺസും രജനി കോത്താരിയുമാണ്. അപ്പൊ ഇന്ത്യയിലെ കോൺഗ്രസ് ഡോമിനൻസിനെ കുറിച്ചും കോൺഗ്രസിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ടേമാണ് കോൺഗ്രസ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഈ ടേം കൊണ്ടുവന്നത് രജനി കോത്താരി ആൻഡ് മോറിസ് ജോൺസ് ആണ് അവരുടെ വർക്ക്സിലൂടെ. In 1966, Morris Johns wrote that India had achieved political stability with the establishment of a free and freely moving political system. അതായത് ഇന്ത്യക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൈവന്നു എന്നാണ് മോറിസ് ജോൺസ് പറയുന്നത്. He called the Indian federalism as bargaining federalism, which is characterized by a bargain between center and states. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു ഫേമസ് ആയിട്ടുള്ളൊരു statement about Indian federalism is that Indian federalism is a bargaining federalism. Indian federalismത്തിനെ bargaining federalism എന്ന് വിളിച്ചത് മോറിസ് ജോൺസ് ആണ്. which was also a previous year question. അതായത് സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ളൊരു ബാർഗെയിനിങ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യൻ ഫെഡറലിസം ബാർഗെയിനിങ് ഫെഡറലിസം ആണെന്നാണ് മോറിസ് ജോൺസ് പറയുന്നത്. Then he called Nehruvian period as the Nehruvian presidency system. ഇന്ത്യയിൽ നെഹ്റുവിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിനെ, നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആ ഒരു പീരീഡിനെ അദ്ദേഹം വിളിക്കുന്നത് നെഹ്റുവിയൻ പ്രസിഡൻസി സിസ്റ്റം എന്നാണ്. Then he dubbed Panchayati Raj system as a silent revolution in Indian society. ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു സൈലന്റ് റെവല്യൂഷൻ ആണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിച്ച് ഹെൽപ്സ് ഇൻ ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് കാരണമാവുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേഷന് കാരണമാവുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റം, പാർട്ടിസിപ്പേഷന് കാരണമാവുന്ന പഞ്ചായത്തി രാജ് സിസ്റ്റം ഒരു സൈലന്റ് റെവല്യൂഷൻ ആണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ ഒരു പോസിറ്റീവ് റോളിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. Then he dubbed ജയപ്രകാശ് നാരായൺസ് as the unhappy philosopher. അദ്ദേഹം ജയപ്രകാശ് നാരായണൻ വിളിച്ചത് ദി അൺഹാപ്പി ഫിലോസഫർ എന്നാണ്. He used the term dominant party system to describe the Indian party system from 1947 to 1967. അപ്പോൾ 1947 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിനെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിനെ അദ്ദേഹം ഡോമിനന്റ് പാർട്ടി സിസ്റ്റം എന്നാണ് വിളിച്ചത്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ഡോമിനൻസിനെയാണ് അദ്ദേഹം ഡോമിനന്റ് പാർട്ടി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So next we are moving on to another important political scholar, Granville Austin. Granville Austin is an American historian of Indian Constitution. So Indian കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള വർക്ക്സ് കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ്, അമേരിക്കൻ ഹിസ്റ്റോറിയനാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ. അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് പത്മശ്രീ നൽകുന്നത് 2011 പിന്നെ അദ്ദേഹത്തിന്റെ ഏർലി എഡ്യൂക്കേഷൻ ഒക്കെ US-ലായിരുന്നു. ഹി വാസ് ഗ്രാജുവേറ്റഡ് ഇൻ BA American Literature. He earned a doctorate in Modern Indian History from Oxford University. ഇപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3 വർക്ക്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോർണർസ്റ്റോൺ ഓഫ് എ നേഷൻ, പബ്ലിഷ്ഡ് in 1966. Working in a democratic constitution, the Indian experience, 1999. Retrieving Times, published in 2008. ഇതിൽ കോർണർസ്റ്റോൺ ഓഫ് എ നേഷൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക്. ഇതിലാണ് അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച്,
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ച്, ഫെഡറലിസത്തിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്തിട്ടുള്ളത്. Then coming to his political ideas, Granville Austin calls the Nehru Patel Azad Prasad team the oligarchy. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ലീഡ് ചെയ്തിരുന്ന അതിൽ മേജർ ഡിസിഷൻസ് എടുത്തിരുന്ന 4 പേരായിരുന്നു ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഈ ഒരു ടീമിനെ അദ്ദേഹം വിളിച്ചത് ദി ഒളിഗാർക്കി എന്നുള്ളതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പവർഫുൾ ആയിട്ടുള്ള ഈ 4 പേരെ അദ്ദേഹം വിളിച്ചിരുന്നത് ദി ഒളിഗാർക്കി എന്നാണ്. There were 2 broad types of leadership in the Constituent Assembly, political and technical. അതുപോലെ അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷന് വേണ്ടി അതിനെ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 2 types of leadership ഉണ്ട് എന്ന് ഗ്രാൻവിൽ ഓസ്റ്റിൻ പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നിക്കൽ. The Constituent Assembly was a one-party body in an essentially one-party country. The assembly was the Congress and the Congress was India. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺഗ്രസ് ഡോമിനൻസിനെ കുറിച്ച് ഗ്രാൻവിൽ ഓസ്റ്റിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. That Constituent Assembly was a one-party body in a one-party country. The assembly was the Congress and the Congress was India. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കോൺഗ്രസ് പാർട്ടി ലീഡേഴ്സിന്റെ ഒരു ഡോമിനൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. Because of the predominance of the Congress party, the political leadership naturally vested in its leaders. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ലീഡേഴ്സ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെയും ലീഡേഴ്സ്. അതായത് ഈ ഒളിഗാർക്കി എന്ന് പറഞ്ഞ ആ ഒരു ടീമിൽ ഉള്ള മെമ്പേഴ്സ് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും കോൺഗ്രസ് പാർട്ടിയും ഡോമിനേറ്റ് ചെയ്തിരുന്നത്. And he regarded direct principles as the soul of the constitution. Them direct principles അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും ഒക്കെ വിളിക്കുന്നത് സോൾ ആൻഡ് കോൺഷ്യൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. Indian Constitution is a document of social revolution, fundamental rights, directive principles, the design of federalism, and the branches of legislature, executive, judiciary as being primarily oriented towards the achievement of this social revolution. Indian Constitution അദ്ദേഹം ഒരു സോഷ്യൽ റെവല്യൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫെഡറലിസം, അതുപോലെ ഡിവിഷൻ ഓഫ് പവർ, ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേഷൻ ഓഫ് പവർ, ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സോഷ്യൽ റെവല്യൂഷൻ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. He described the fundamental rights and directive principles found in Part 3rd and 4th of the Indian Constitution as conscience. The fundamental rights and directive principles നമുക്ക് conscience അല്ലെങ്കിൽ soul of the Constitution എന്നാണ് വിളിക്കുന്നത്. And Granville Austin argued that the Indian Constitution aimed tripartite goal. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 3 ഗോൾസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാഷണൽ യൂണിറ്റി, ഡെമോക്രസി ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 3-fold ഗോൾ ഉണ്ട്. നാഷണൽ യൂണിറ്റി ഉണ്ടാക്കുക, അതുപോലെ ഡെമോക്രസി അച്ചീവ് ചെയ്യുക, ദെൻ സോഷ്യൽ റെവല്യൂഷൻ അച്ചീവ് ചെയ്യുക. അതായത് സൊസൈറ്റിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, അതുപോലെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഉയർത്തിപ്പിടിക്കുക, അതുപോലെ യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗോൾസ് ആയിട്ട് ഗ്രാൻവിൽ ഓസ്റ്റിൻ പറയുന്നത്. ഗ്രാൻവിൽ ഓസ്റ്റിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ടേം. ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് ഇന്ത്യൻ ഫെഡറലിസത്തിനെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത്. ഗ്രാൻവിൽ ഓസ്റ്റിൻ ക്യാരക്ടറൈസ്ഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഇൻ ഇന്ത്യ as a framework emphasizing collaboration and synergy between central government and state government. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഇടയിലുള്ള ഒരു കോപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു കൊളാബറേഷനിലാണ് ഇന്ത്യൻ ഫെഡറലിസം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതിനെയാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. സോ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ടേം മുന്നോട്ട് വെച്ചത് ഗ്രാൻവിൽ ഓസ്റ്റിൻ ആയിരുന്നു.
ഇതൊക്കെയാണ് ഗ്രാൻവിൽ ലോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. മെയിൻലി അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ധാരാളം എഴുതിയിട്ടുള്ളതും അദ്ദേഹം പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഇന്ത്യൻ ഫെഡറലിസത്തിനെ കുറിച്ചാണ്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതുൽ കോഹ്ലി, റുഡോൾഫ് ആൻഡ് റുഡോൾഫ് ഈ തിങ്കേഴ്സിനെ കുറിച്ചാണ്. സോ വിൽ കണ്ടിന്യൂ ദിസ് സെഷൻ in the next part, and thank you for watching.